സൈന്യം മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ മരുഭൂമി അവരുടെ കാൽപ്പാടുകൾക്ക് കീഴിൽ വിറച്ചു. അവരുടെ മുകളിൽ അനവധി ചെറുപക്ഷികളുടെ ഒരു നിര. ഓരോ പക്ഷികളും 3 കല്ലുകൾ വഹിച്ചു. ചുട്ടുപഴുപ്പിച്ച മണ്ണുകൊണ്ടുള്ള കല്ലുകൾ. അല്ലാഹു ഖുർആനിൽ ഇങ്ങനെ വെളിപ്പെടുത്തി: അലം തര കൈഫ ഫഅല റബ്ബുക ബിഅസ്ഹാബിൽ ഫീൽ. അനന്തമായ ആകാശത്തിനു കീഴിൽ അറേബ്യൻ മരുഭൂമികളിൽ ചരിത്രം തന്റെ മഹത്തായ അധ്യായത്തിനായി നിശബ്ദമായി തയ്യാറാവുകയായിരുന്നു. ഗോത്രങ്ങളും സാമ്രാജ്യങ്ങളും രാജ്യങ്ങളും നിറഞ്ഞ ഒരു ലോകം. ഉടൻ തന്നെ അവരിലേക്ക് ഒരു പ്രകാശം ഉദിക്കാൻ പോകുന്ന കാര്യം അവർക്കറിയില്ലായിരുന്നു. എന്നാൽ ആ പ്രകാശം ഉദിക്കുന്നതിന് മുമ്പ് അല്ലാഹു ലോകത്തോട് വ്യക്തമായ ഒരു സന്ദേശം കാണിച്ചു. ശക്തി സൈന്യങ്ങളിലല്ല, മഹത്വം വലിയ സംഖ്യകളിലല്ല, അവന്റെ ഇഷ്ടം എല്ലാത്തിനുമുപരി ആധിപത്യം പുലർത്തുന്നു. ഇത് വെറും ഒരു സംഭവകഥയല്ല. അല്ലാഹു ചരിത്രത്തെ അവന്റെ ഉദ്ദേശത്തോടുകൂടി, അവന്റെ ജ്ഞാനത്തോടുകൂടി, അവന്റെ കരുണയോടുകൂടി രൂപപ്പെടുത്തുന്നു എന്ന ഓർമ്മപ്പെടുത്തലാണിത്. So let's begin our journey with not the birth of Prophet Muhammad, peace be upon him, but with the year Allah protected himself, his sacred house, the year of elephant. അജ്ഞതയും അഹങ്കാരവും മൂടിയ ഒരു ലോകത്തിൽ അറേബ്യയുടെ ഭൂമി ഇരുട്ടിലായിരുന്നു. ഗോത്രങ്ങൾ കല്ലും മരവും കൊണ്ടുള്ള വിഗ്രഹങ്ങളെ ആരാധിച്ചു. രക്തച്ചൊരിച്ചിലുകൾ സർവ്വസാധാരണം. കാരുണ്യമോ അത് അപൂർവമായിരുന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ സന്ദേശത്തിന്റെ സത്യം ഏറെ കാലം മുമ്പേ മറഞ്ഞുപോയിരുന്നു. എങ്കിലും ഏക ദൈവാരാധനക്കായി പണിത കഅബ അത് അതുപോലെ നിലനിന്നിരുന്നു. എന്നാൽ അതിനു ചുറ്റും 360 വിഗ്രഹങ്ങൾ നിറഞ്ഞിരുന്നു. അതേ ആശയക്കുഴപ്പത്തിന്റെ നാട്ടിൽ അല്ലാഹു തന്റെ അവസാന പ്രവാചകൻ ജനിക്കാനായി ഒരു ശുദ്ധവും സുരക്ഷിതവുമായ വംശപരമ്പരയെ തിരഞ്ഞെടുത്തു. തലമുറകളായി ഇസ്മായിൽ അലൈഹിസ്സലാമിന്റെ സന്തതികൾ മക്ക താഴ്വരയെ സംരക്ഷിച്ചു പോന്നു. മുഹമ്മദ് നബിയുടെ പ്രകാശം കാണുന്നതിന് മുമ്പ് ആദ്യം അഹങ്കാരത്തിന്റെ തകർച്ചയും അല്ലാഹുവിന്റെ ഭവനത്തിന്റെ സംരക്ഷണവും കാണേണ്ടതായിരുന്നു.